ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മക്കളുടെ കൂട്ടിയിട്ട് പാടത്തൊക്കെ ഒന്ന് പോയി കേട്ടോ. വെക്കേഷൻ ടൈമല്ല, അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യുമെന്ന് വിചാരിച്ചു. അവർക്ക് പറ്റുന്ന കളികളൊക്കെ കളിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ പാടത്തോട്ട് ഇറങ്ങി. പാടത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ ഇത് കണ്ടത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തൊക്കെ പാടത്തൊക്കെ ചെന്നിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ മൂത്ത ചേച്ചിമാരും പിന്നെ അമ്മായിമാരൊക്കെ നമുക്കിത് പൊട്ടിച്ചിട്ട് നമ്മളെ കയ്യിലൊക്കെ അങ്ങനെ വെച്ച് നമ്മൾ മൈലാഞ്ചി ഇട്ട പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഇതാണ്. ഇതിന് പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടിക്കാലം ഇവർക്കൊന്ന് ഓർമ്മപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് അവരുടെ കയ്യിലും പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതായത് ജാനിക്കുട്ടിയുടെ കയ്യിലും ആദീൻ്റെ കയ്യിലും കുട്ടിയുടെ കയ്യിലൊക്കെ, ആമിന്ന് ലച്ചുവിൻ്റെ വേറൊരു പേരാട്ടോ. അപ്പോൾ അവരുടെ കയ്യിലും പൊട്ടിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, നമ്മളിങ്ങനെ അച്ചു കുത്തിയ പോലെ ഉണ്ടാവും. ഇതിന് ഈ ചെടിയുടെ പുറകു വശത്തായിട്ട് വെള്ള ഒരു പൊടി പോലെയാണ്. അപ്പോൾ അത് നമ്മുടെ തൊലിപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അതേ ഷേപ്പിൽ, ആ ഇലയുടെ ഷേപ്പിൽ തന്നെ അങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അവർക്ക് പൊട്ടിച്ചു കൊടുക്കണേ. അപ്പോൾ ലച്ചുവിൻ്റെ കയ്യിൽ വെച്ചപ്പോൾ നന്നായിട്ട് കിട്ടി. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അതുപോലെ ആവേണം, അതുപോലെ ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കച്ചറ. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവർക്കും കയ്യിലൊക്കെ വെച്ച് കൊടുത്തു. അവർക്ക് ഇഷ്ടമായിട്ട് നന്നായിട്ട് മൈലാഞ്ചി ഇട്ട പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. ആമിക്കുട്ടിയുടെ കയ്യിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർക്കും വേണം, രണ്ട് കയ്യിലും വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു കച്ചറ. പിന്നെ ഞങ്ങളൊരു വിധത്തിൽ കുറച്ചേ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കിട്ടിയപ്പോൾ. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവർക്കും രണ്ട് കയ്യിലും വെച്ച് കൊടുത്തു. ആദ്യകൂട്ടൻ എപ്പോഴും കച്ചറ കേട്ടോ, വേണമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ പുറകിലും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കച്ചറയായിരുന്നു. അപ്പം നമ്മളതൊക്കെ വെച്ച് കൊടുത്തു. അവിടുന്ന് കുറച്ച് നേരം ഞങ്ങൾ പാടത്തൊക്കെ ഇറങ്ങി മീനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, മഴ പോയില്ലേ, വെയിലായി തുടങ്ങിയത്. അപ്പോൾ വെള്ളമൊന്നുമില്ല. അപ്പോൾ മീനൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. അനിയൻ അവിടെ മീൻ പിടിക്കാനും പോയിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ പാടത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയില്ല, ഞങ്ങൾ ഇങ്ങനത്തെ ഓരോ ഇതായിട്ട് ഞങ്ങൾ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പാള കെട്ടി, നമ്മളെ കഴുങ്ങീൻ്റെ പാളല്ലേ, അത് വെച്ചിട്ട് അവർക്ക് സാധനം കാണിച്ചു തരാണ്ട് അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് ഇഷ്ടമായി. നമ്മൾ പാളയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ വലിക്കും. അതിന് വലിയ പാള വേണം, നമുക്ക് അതിൽ ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാളയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വലിക്കാൻ പറ്റും. അപ്പോൾ അവരെയും രണ്ടുപേരെയും കൊണ്ട് വലിച്ചിട്ടോ. അതിന് വീഴാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഓരോരുത്തരും ഇരിക്കി, അപ്പം അതിനനുസരിച്ച് വലിച്ചു തരാം, അപ്പം നല്ല രസം ഉണ്ടാവുന്നു. അപ്പോൾ ആദ്യകൂട്ടനെ ഇരുത്തി അവനെ വലിച്ചു. അത് കഴിഞ്ഞിട്ട് ജാനിക്കുട്ടീനെ ഇരുത്തിയിട്ട് അങ്ങനെ വലിച്ചു കുറച്ച് നേരം കേട്ടോ. കൂടുതൽ നേരം ഒന്നും വലിക്കാൻ പറ്റില്ല, നമ്മളെ കൈ കളയും. അപ്പം അവർക്കൊരു ഇഷ്ടമായി, അവർക്ക് രണ്ടുപേർക്കും കേട്ടോ. പിന്നെ സച്ചു വന്നിട്ടുണ്ടായിരുന്നു. സച്ചും പറഞ്ഞു ഞങ്ങൾ വലിക്കുക ചേച്ചിയാണ്. സച്ചു അവനായിട്ട് കുറേ നേരം വലിച്ചു. അപ്പോൾ ഇവരുടെ വെക്കേഷൻ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പഴയ കുറേ ഓർമ്മകളൊക്കെ അല്ലേ, എല്ലാവർക്കും ഇതുപോലത്തെ കുറേ മെമ്മറീസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. ആയിക്കോട്ടെ, നമുക്കായിട്ടൊക്കെ വീട്ടിൽ